ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പൂന്താനം ആരാന്ന് പഠിച്ചു, പൂന്താനത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലം പഠിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹം ഭക്തി സാഹിത്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാരണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി പൂന്താനത്തിന് എങ്ങനെയാണ് ഈ സ്വീകാര്യത ലഭിച്ചത്? എങ്ങനെയാണ് ഭക്തി സാഹിത്യത്തിൽ പൂന്താനത്തിന് ഇത്രയും പ്രസക്തിയോടുകൂടി എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതോടൊപ്പം പൂന്താനത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെ നമ്മളിന്ന് പഠിക്കും. പൂന്താനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഭക്തി സാഹിത്യം നമ്മൾ പഠിക്കുന്നത്, പക്ഷേ വെറുതെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭക്തി സാഹിത്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്യില്ല. പൂന്താനത്തിന് അത്രയും ഉയരത്തിലുള്ള ഒരു പ്രതിഷ്ഠയും നമ്മുടെ മനസ്സിൽ കിട്ടില്ല. പക്ഷേ പൂന്താനം എന്തുകൊണ്ടാണ് ഇത്രയും പ്രസക്തനായതെന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. നെറ്റ് പരീക്ഷയിൽ ഇപ്പോൾ പൂന്താനവുമായി ബന്ധപ്പെട്ട്, എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട്, കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട്, ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ട് വൺ വേർഡ് ചോദ്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യം. അപ്പോൾ പൂന്താനത്തിൻ്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ പൂന്താനത്തെ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അത്തരത്തിൽ പൂന്താനത്തിൻ്റെ പ്രസക്തിയെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, നമ്പൂതിരിമാരുടെ ആധിപത്യം നിലനിൽക്കെ തന്നെ അവരിലെ ഭോഗാലസതയെയും വഴിവിട്ട ജീവിതത്തെയും അദ്ദേഹം തുറന്നു വിമർശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു പൂന്താനം നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ നമ്മളുടെ സാഹിത്യ ചരിത്രങ്ങൾ നോക്കുന്ന സമയത്ത് പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനത്തിൽ തന്നെ ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങളുടെയും ചമ്പുക്കളുടെയും ഒക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടൊക്കെ. ഇപ്പോൾ ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഗണികാവർണ്ണനയുള്ള അച്ചീചരിതങ്ങളുടെ എന്താ പറയുക കൂത്തമ്പലമായിരുന്ന സാഹിത്യമായിരുന്നു പണ്ട് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഉള്ള അച്ചീചരിതങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നത് എന്തായിരുന്നു? നമ്പൂതിരിമാർക്ക് കിട്ടുന്ന പ്രിവിലേജുകളും ആ പ്രിവിലേജുകൾ കൊണ്ട് ഗണികകളെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന അവരുടെ ഭോഗാലസതയാണ് കാണുന്നത്. അവരുടെ പലതരം തൃഷ്ണകളെ അവരെന്ത് ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടുകൂടി പുറത്തറിയിക്കുന്ന തരത്തിലുള്ള എഴുത്താണ് അതിലുണ്ടായിരുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞൊരു ഗൗരവം അതിൽ കൊടുക്കാനില്ല. ഇന്ന് പഠിക്കുന്ന നമുക്ക് ഗൗരവമുണ്ട്, കാരണം അന്നത്തെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും അന്നത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മാർഗവർണ്ണനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോൾ ഉപകാരപ്പെടും. പക്ഷെ അന്ന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാകുന്നില്ലാത്ത, അല്ലെങ്കിൽ അത്ര വലിയൊരു ദാർശനികതയൊന്നും തൊട്ട് തീണ്ടാത്ത രചനകളായിരുന്നു അത്. അങ്ങനെ നമ്പൂതിരിമാർ അവരുടെ വിനോദത്തിന് വേണ്ടി എഴുതുന്ന, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ തൃഷ്ണകളെ ശമിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സാഹിത്യത്തിൽ നിന്ന് ആരാണ് അതിനെ എതിർക്കുന്നത്? അതേ നമ്പൂതിരി സമുദായത്തിലുള്ള ഒരാൾ ഇതല്ല ശരിക്കും ഒരു സാഹിത്യമായി വരേണ്ടത്, ഇതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതല്ല ഈ പറയുന്ന ഭോഗങ്ങളെല്ലാം എന്താണ് ക്ഷണപ്രഭാചഞ്ചലെന്ന് മറ്റേ എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ഭോഗങ്ങൾ എന്തെല്ലാം ഒന്നും ശാശ്വതമല്ലാന്ന് നമ്പൂതിരി വർഗത്തെ തന്നെ വിമർശിക്കാൻ ആ വിഭാഗത്തിൽ നിന്നൊരാളുണ്ടായി എന്നുള്ളതാണ് പൂന്താനത്തിൻ്റെ ഒന്നാമത്തെ പ്രസക്തി. രണ്ടാമത്തെ പ്രസക്തി എന്ന് നോക്കുക. തികഞ്ഞ സംസ്കൃത പാണ്ഡിത്യം ഉണ്ടെങ്കിലും ഭാഷാകൃതികൾക്കാണ് അദ്ദേഹം ചെയ്തത് പ്രാധാന്യം കൊടുത്തത്. സംസ്കൃത പണ്ഡിതനാണ്, നമ്പൂതിരിയാണ്, എല്ലാ പ്രിവിലേജും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? സംസ്കൃതത്തിൽ എഴുതി തൻ്റെ പാണ്ഡിത്യം വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും ഒന്നു ചേർക്കുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിത മലയാളത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ എന്താ ഈ പറയുന്ന ഭാഷാ കൃതികളാണ്. അതായത് ഈ മലയാള ഭാഷയിൽ ഇത്രയും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ അറിയാഞ്ഞിട്ടല്ല. അതും അദ്ദേഹത്തെ പഠിക്കുന്നതിലൊരു പ്രസക്തിയാണ്. കാരണം അന്ധകാലത്ത് ഒരു നമ്പൂതിരി ആയിട്ടുള്ള ഒരാൾ ഭാഷയെ, അതായത് സംസ്കൃതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പരമ്പരാഗതമായ നമ്പൂതിരിമാരുടെ സംസ്കൃതത്തോടുള്ള അഭിനിവേശത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു പൂന്താനം ചെയ്ത, അല്ലെങ്കിൽ പൂന്താനം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ ഭാഷാകൃതികൾ.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ? നമുക്കൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതിനകത്തുള്ള സാധ്യതകൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ സാഹിത്യ ചരിത്രത്തിൽ നിന്ന് അമ്പേ എടുത്തിട്ടുള്ള രീതിക്കായിരിക്കില്ല, പകരം ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, എത്താൻ പറ്റും. അതുകൊണ്ടാണ് ചില കുട്ടികൾ ടീച്ചറെ എനിക്ക് വൺ വേർഡ് എനിക്ക് വളരെ നന്നായി കിട്ടുന്നുണ്ട്, പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ ഞാൻ പോയി പോകുന്നുണ്ട് എന്നവർ പറയുന്നത്. സോ ശ്രദ്ധിച്ച് പഠിക്കുക. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് സംസ്കൃതം അറിയാഞ്ഞിട്ടല്ല, പകരം ഭാഷയെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തതിൽ വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുവരെ പരമ്പരാഗതമായ നമ്പൂതിരി സാഹിത്യത്തിന് എന്ത് ചെയ്യാണ്, വലിയൊരു ആഘാതം പോലെയാണ് അതേ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പൂന്താനം ഭാഷാകൃതികളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്തിനാണ്? അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല. ഈ ജ്ഞാനം എന്ന് പറയുന്ന സാധനം ഈ കോട്ടക്കൊത്തളങ്ങളിൽ ഇരിക്കേണ്ട സാധനമല്ല, പകരം എന്ത് ചെയ്യണം, അത് എല്ലാവരിലേക്കും എത്തണം. എല്ലാവരിലേക്കും എത്തുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ അത് പോകണം. നിങ്ങൾ ജ്ഞാനപ്പാന എന്നുള്ള കൃതി പഠിക്കാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല. ഈ പറയുന്ന 5 മുതൽ 10 വരെയും +1 +2ലും എന്തിനധികം പറയുന്നു ഡിഗ്രി സിലബസുകളിലും ജ്ഞാനപ്പാന ഒരു ഭാഗം പഠിക്കാനുണ്ടാവും. മിക്കവാറും അത് എപ്പോഴും ഉണ്ടാകും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ജ്ഞാനപ്പാനയെ പറ്റി കേൾക്കാത്തൊരു കുട്ടി ഉണ്ടാവില്ല. കാരണം ഇതിനൊന്നും വലിയ ജ്ഞാനം വേണമെന്നില്ല. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ വലിയ ഒരു തത്വദർശനമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? പൂന്താനം മുന്നോട്ട് വെക്കുന്നത്. അടുത്ത് നോക്കുക, ഭാഷയിലും ജീവിതചര്യയിലും സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാത്തരം മേൽക്കോയ്മകളെയും അദ്ദേഹം സ്വകൃതികളിലൂടെ വിമർശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഷയ്ക്കുണ്ടായിരുന്ന മേൽക്കോയ്മ എന്താണ്? സമൂഹത്തിലെ സംസ്കൃതത്തിനും അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ സംഭാവനയായിട്ടുള്ള മണിപ്രവാളത്തിന് ഒരു സ്വീകാര്യത ലഭിച്ചു. ആ സ്വീകാര്യത അക്കാലത്ത് ഓർക്കണം, മണിപ്രവാളം കൊടികുത്തി വാഴുന്ന കാലത്ത് മണിപ്രവാളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഭാഷയ്ക്ക് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുക ചെയ്തത്. അതെന്ത് ചെയ്തു? പരമ്പരാഗതമായ, നേരത്തെ ഈ പോയിന്റിൽ പറഞ്ഞില്ലേ, പരമ്പരാഗതമായിട്ടുള്ള ബോധ്യങ്ങൾ എന്ത് ചെയ്യാണ്, അദ്ദേഹം തുടച്ച് വാർക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ജീവിത സാഹചര്യത്തിലും സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാത്തരം മേൽക്കോയ്മ? ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാർക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ, ഉയർന്ന വർഗത്തിന് കിട്ടുന്ന പ്രിവിലേജുകൾ, പണക്കാരന് കിട്ടുന്ന പ്രിവിലേജുകൾ, ഇതൊന്നും അത്ര വലിയ മുൻഗണനകളൊന്നും അത്ര മുന്തിയ കാര്യങ്ങളല്ല. കാരണം എന്താ? ഈ കാണുന്നതെല്ലാം, ഈ ലോകം തന്നെ മായയാണ്. ഇതിലുള്ള തൃഷ്ണകളും എന്താണ്? മായ കാഴ്ചകളാണ്. യഥാർത്ഥമായിട്ടുള്ള ഒരു ശാന്തി, യഥാർത്ഥമായിട്ടുള്ള മോക്ഷമാണ്, അല്ലെങ്കിൽ ഭക്തിയാണ് മോക്ഷത്തിലേക്കുള്ള എളുപ്പ വഴി. അതായത് പണക്കാരനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് മോക്ഷം കിട്ടണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം? മോക്ഷത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്തിമാർഗം പോകണം എന്ന് പറയണം. അപ്പോൾ സവർണരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ തൃഷ്ണകളെയും മാറ്റി തൽസ്ഥാനത്ത് എന്ത് പ്രതിഷ്ഠിച്ചു? ഭക്തിയെ പ്രതിഷ്ഠിച്ചു. ഇത് പൂന്താനത്തെ പഠിക്കുന്നതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ഉള്ളത്. ഓക്കെ, ഇനി കാവ്യങ്ങളിൽ സംസ്കൃത വൃത്തങ്ങളെ തിരഞ്ഞെടുക്കാതെ ഭാഷാവൃത്തങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാം, മറ്റേ സന്ദേശകാവ്യങ്ങളും ചമ്പുക്കളും ഒക്കെ എഴുതുന്ന സമയത്തും കുറേ വെറൈറ്റിയിലുള്ള സംസ്കൃത വൃത്തങ്ങളെ തിരഞ്ഞെടുക്കാതെ എന്താ ചെയ്തത്? ഈ പറയുന്ന ഭാഷാവൃത്തങ്ങൾ, നിങ്ങൾക്കറിയാം ദ്രാവിഡ വൃത്തങ്ങൾ എന്ത് ചെയ്യാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പാടുന്ന ഇപ്പോൾ ഭദ്രകാളി പാട്ടുകളുണ്ടല്ലോ, അതിലുള്ള വൃത്തമാണ് ഈ പാനാവൃത്തം എന്ന് പറയുന്നത്. ഇതിനെ ദ്രുതകാകളി വൃത്തമാണ്, സർപ്പിണി വൃത്തമാണ്. സർപ്പിണി വൃത്തം എന്നും ദ്രുതകാകളി വൃത്തം എന്നും അറിയപ്പെടുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള വൃത്തങ്ങളാണ്. ചില പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൃത്തങ്ങളാണ്. ചില സിമിലാരിറ്റീസ് മാത്രമാണ് ഈ 2 വൃത്തങ്ങൾ തമ്മിലുള്ളതെന്ന് പറയുന്നു. ചില പുസ്തകങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പാനാവൃത്തവും ദ്രുതകാകളി വൃത്തവും അതുപോലെ സർപ്പിണി വൃത്തവും എല്ലാം ഒന്നാണെന്നും കാണുന്നുണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു വാദഗതി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. കാരണം ഈ പറയുന്ന ഭദ്രകാളി പാട്ടുകൾക്ക് ഒരിക്കലും ജ്ഞാനപ്പാനയിലുള്ള വൃത്തത്തിൻ്റെ അതേ എക്സാക്ട് രൂപമൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുത്തതും ആയിരിക്കാം. എന്നിരുന്നാലും സംസ്കൃത വൃത്തങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഭാഷാവൃത്തങ്ങളെ തിരിച്ച് പിടിക്കുക ചെയ്യുന്നത്. സംസ്കൃത സാഹിത്യത്തിന് ബദലായിട്ട് പഴയ ദ്രാവിഡ തനിമയുള്ള പാട്ടുപ്രസ്ഥാനത്തെ തിരിച്ചു പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു പൂന്താനം ചെയ്തു വെച്ചത്. അപ്പം എന്ത് ചെയ്യുക? ഇതിന് ഇങ്ങനെയും നമുക്ക് പഠിക്കാം. തൃഷ്ണകൾക്ക് ബദലായി ഒരു ജനതയ്ക്ക് മുമ്പിൽ ഭക്തിയെ പ്രതിഷ്ഠിച്ചു. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതായത് പണവും സ്ത്രീയും ഇഷ്ടമുള്ള ഭക്ഷണവും മാത്രമല്ല ജീവിതം, അതിനെല്ലാം അപ്പുറത്ത് ഭക്തിയിലൂടെ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് കേവലം ആനന്ദമല്ല, പരമാനന്ദമാണെന്ന് പറഞ്ഞു വെക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്?
പൂന്താനത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പൂന്താനത്തിൻ്റെ കൃതികളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. കുറേയധികം സ്തോത്രകൃതികളും കുറച്ച് മാത്രം സ്വതന്ത്ര കൃതികൾ എഴുതുകയും ചെയ്ത വ്യക്തിയാണ് പൂന്താനം. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തന്നെ താഴികക്കുടം, അതായത് പൂന്താനം കൃതികളിൽ താഴികക്കുടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജ്ഞാനപ്പാനയാണ്. അതായത് ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയെ കൂടാതെയുള്ള കൃതികളാണ് കുമാരഹരണം പാന, പിന്നെ ഭാഷാകർണാമൃതം, ജ്ഞാനപ്പാന മുതലായിട്ടുള്ള കൃതികളൊക്കെ ആരുടേതാണ്? അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ കുമാരഹരണം പാന നോക്കുക. സന്താന ഗോപാലൻ പാന എന്നുകൂടെ പേര് ഇതിനുണ്ട്. 42 ശ്ലോകങ്ങളിലായിട്ട് ഭാഗവത കഥയിലെ ഒരു ഏടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കുമാരഹരണം പാനയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. കൃഷ്ണകാരുണ്യമില്ലെങ്കിൽ വ്യർത്ഥമേ മർത്യപൗരുഷം എന്ന വരി കുമാരഹരണം പാനയിലാണ് ഉള്ളത്. ഓക്കെ, കുമാരഹരണം പാന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥ പറയുന്നത് എന്താണെന്നറിയോ? ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ രാജാവായിട്ട് ജീവിക്കുകയാണ്. ഒരു ബ്രാഹ്മണന് കുറേ കുട്ടികളുണ്ടാവും. പക്ഷെ അയാൾക്ക് ഉണ്ടാവുന്ന കുട്ടികളൊന്നും എന്ത് ചെയ്യില്ല, ജീവിച്ചിരിക്കില്ല. അതെല്ലാം മരിച്ച് പോവാണ്. അപ്പോൾ കൃഷ്ണൻ്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞെങ്കിലും കൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒടുവിൽ കൃഷ്ണൻ്റെ എന്താ പറയുക, ഒരു വിരുന്ന് സ്വീകരിച്ചുകൊണ്ട് അർജുനൻ വരികയും അർജുനൻ്റെ മുന്നിൽ പതിവ് പോലെ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യാണ്, എൻ്റെ കുട്ടികളൊക്കെ മരിച്ചു പോവാണെന്ന് പറഞ്ഞ് കൃഷ്ണനെ തന്നെ എന്ത് ചെയ്യാണ്, പഴിക്കുന്ന രീതിയിൽ വന്ന് ആ ഫ്രണ്ടിൽ വന്ന് എന്ത് ചെയ്യാണ്, കരഞ്ഞു പോവാണ്. അപ്പോൾ അർജുനൻ എന്ത് ചെയ്യാണ്, ഒരു ബ്രാഹ്മണന് വാക്ക് കൊടുക്കുകയാണ്. ഈ ബ്രാഹ്മണന് വാക്ക് കൊടുക്കുകയാണ്, അങ്ങേക്ക് അടുത്തുണ്ടാവുന്ന മോൻ ഒരിക്കലും മരിക്കില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ അടുത്തുണ്ടാവുന്ന ഈ പറയുന്ന അർജുനൻ്റെ വാക്ക് കേട്ട് പോവുകയും അടുത്തുണ്ടാവുന്ന മോൻ ജീവിച്ചിരിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടിയും പോവാണ്. പക്ഷേ അർജുനൻ പറഞ്ഞതിന് വിപരീതമായിട്ട് എന്ത് ചെയ്യാണ്, ഈ കുട്ടി മരിച്ചു പോവാണ്. അപ്പോൾ വീണ്ടും കലിതുള്ളി വന്ന ബ്രാഹ്മണൻ കൃഷ്ണനെയും ചീത്ത പറയുന്നുണ്ട്, അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അർജുനനെയും ചീത്ത പറയുന്നുണ്ട്. അതായത് വാക്ക് തന്ന വാക്കായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു കോപത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചീത്ത പറഞ്ഞ് എന്ത് ചെയ്യാണ്, ശപിക്കാനായി വന്ന് നിൽക്കുകയാണ്. ശപിക്കാനായി അർജുനനെ ബ്രാഹ്മണൻ ശപിക്കാനായി നിൽക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, അർജുനൻ നേരെ വൈകുണ്ഠത്തിൽ പോവുകയും വൈകുണ്ഠത്തിൽ പോയിട്ട് ഈ കുട്ടിയെ കണ്ടെടുക്കുകയും ചെയ്യുന്നു. കണ്ടെടുത്ത് വരുന്നതിന് മുമ്പ്, കണ്ടെടുക്കാൻ കുറച്ച് സാധിക്കുന്നില്ല, എവിടെ പോയി തപ്പിയാലും കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ ഇനിയും കുട്ടിയെ കണ്ടില്ലെങ്കിൽ ബ്രാഹ്മണന് കൊടുത്ത വാക്കാണ് ഏറ്റവും വലുത്, ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കും എന്ന് പറയുന്ന ഒരു അവസരത്തിലാണ് എന്ത് വരുന്നത്, ഈ കുട്ടിയെ ലഭിക്കുന്നതും വൈകുണ്ഠത്തിൽ നിന്ന് കുട്ടിയെ സംരക്ഷിച്ച് ബ്രാഹ്മണൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഇതാണ് കുമാരഹരണം പാനയിലെ കഥ. ഈ കഥ അദ്ദേഹത്തിന്, അതായത് പൂന്താനത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിലും ആ കുട്ടി ചെറുപ്പത്തിലെ മരിച്ചു. അത് കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയി. ഇതിൻ്റെ വേദനയിൽ നിന്ന് എഴുതിയതായിരിക്കാം കുമാരഹരണം പാന എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഐതിഹ്യങ്ങളൊന്നും എടുക്കണ്ട, നമുക്ക് വസ്തുത മാത്രം എടുക്കാം. അടുത്താണ് ഭാഷാകർണാമൃതം. പൂർവ്വ ഉത്തര ഭാഗങ്ങളിലായിട്ട് 169 ശ്ലോകങ്ങളാണ് ഉള്ളത്. 118ഓളം വരുന്ന ശ്ലോകങ്ങൾ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള കൃതിയാണ്. അടുത്താണ് ജ്ഞാനപ്പാന. ആഴത്തിലുള്ള ദാർശനികത കൊണ്ട് വളരെയധികം ശോഭിക്കുന്ന ഒരു കൃതിയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്നുള്ള കൃതി. 362 വരികൾ മാത്രമാണ് ഈ കൃതിക്കുള്ളത്. പല പുസ്തകങ്ങളും നോക്കുമ്പോൾ 349 വരികളാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജ്ഞാനപ്പാനയിൽ പഠിച്ചിട്ടുള്ള പൊന്നറ സരസ്വതിയുടെ അഭിപ്രായത്തിൽ 362 വരികളാണ് ജ്ഞാനപ്പാനയ്ക്ക് ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 362 വരികളായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കൃതികൾ. ഇത് കൂടാതെ അദ്ദേഹം ചില സ്തോത്ര കൃതികൾ എഴുതിയിട്ടുണ്ട്. ഘനസംഗം, 108 ഹരി, ആനന്ദ നൃത്തം, ദശാവതാര സ്തോത്രം, പഞ്ചാക്ഷരി കീർത്തനം, പാർത്ഥസാരഥി സ്തവം, മഹാലക്ഷ്മി സ്തവം എന്നിവ എന്താണ്, പൂന്താനത്തിൻ്റെതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഘനസംഘവും 108 ഹരിയും ആനന്ദ നൃത്തവും ഒക്കെ അദ്ദേഹത്തിൻ്റെതാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പഞ്ചാക്ഷരി കീർത്തനം അദ്ദേഹത്തിൻ്റെതാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പറയുന്ന പാർത്ഥസാരഥി സ്തവം, മഹാലക്ഷ്മി സ്തവം ഇതൊന്നും അദ്ദേഹത്തിൻ്റെതാണെന്ന് ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. നോക്കാം ഘനസംഘം. അംബാസ്തവം എന്നുകൂടെ പേരുള്ള കൃതിയാണ് ഘനസംഘം. ഇതിന് പേര് വരാൻ കാരണം ഘനസംഘം ഇടയുന്ന തനുകാന്തി തൊഴുത്തേൻ അങ്ങനെ എങ്ങോ തുടങ്ങുന്ന ഒരു വരിയാണ് ഇതിൽ തുടങ്ങുന്നത്. സോ ഇതിന് ഘനസംഘം എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. തിരുമാണ്ടാംകുന്ന് ദേവിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ സ്തുതിക്കുന്നത്. 270 വരികളുള്ള കൃതിയാണ് ഘനസംഘം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കൃതികളൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതല്ല.
പഞ്ചാക്ഷരി കീർത്തനത്തിലാണ് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടനെ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന വരി കാണുന്ന ഇതിലാണ് പഞ്ചാക്ഷരി കീർത്തനത്തിലാണ്. പല തവണ നെറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചാൽ പഠിക്കാം. അടുത്താണ് അഭിപ്രായങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന പൂന്താനത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഞാൻ വിവരിച്ചു തരേണ്ട കാര്യമില്ല, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും വായിച്ചു തരാം. കുമാരഹരണം പാന ആ പ്രസ്ഥാനത്തിലുള്ള കാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്തെ അലങ്കരിക്കുന്നു. സൗന്ദര്യപൂർണമായ രചന, സമുജ്ജിതമായ ചിത്രണം, സമുചിതമായ ലോകോക്തി പ്രയോഗം എന്നു തുടങ്ങിയ വിവിധങ്ങളായ വിശിഷ്ട ഗുണങ്ങൾ പ്രസ്തുത കൃതിയുടെ യശസ്തംഭങ്ങളാകുന്നു എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനപ്പാന പോലെ അനവധ്യ ഹൃദ്യമായ ഒരു ഭക്തിഗാനം മലയാളത്തിന് അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. കൈരളിയുടെ കഥയിൽ എൻ കൃഷ്ണപിള്ള ഇപ്രകാരം അഭിപ്രായപ്പെടുന്നുണ്ട്. നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് പൂന്താനത്തെ വിശേഷിപ്പിക്കുന്നത് അത്യുക്തിയാകില്ല എന്ന് പൊന്നറ സരസ്വതി അഭിപ്രായപ്പെടുന്നുണ്ട്. തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ട കവിയാണ് പൂന്താനം എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. പൂന്താനം പച്ച മലയാള പാട്ടുകവിയാണെന്നുള്ള അഭിപ്രായം പറയുന്നത് ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ് പറയണത്. വിഷാദഭക്തിയുടെ കവിയാണ് പൂന്താനം എന്ന് വേലായുധ പിള്ളയും. കവിതയിലൂടെ ജനങ്ങളെ കഞ്ചാവ് കുടിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ചില മണിപ്രവാള കവികൾ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും കവിതയിലൂടെ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക എന്ന കൃത്യം ഏറ്റെടുക്കാൻ പൂന്താനത്തെ പോലെ ചുരുക്കം ചിലർ ബ്രാഹ്മണ കവികളുടെ ഇടയിലുണ്ടായി എന്ന് ലീലാവതി അമ്മ മലയാള കവിത സാഹിത്യ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂന്താനത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. പൂന്താനത്തിനെ പറ്റിയിട്ട് കൃതികളിലേക്ക് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, മതിയാവില്ല. സോ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് കണ്ട് സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി.